വിജയിപ്പിക്കുക. നമ്മളെ ആദ്യത്തെ പടമാണ്. പ്രിയപ്പെട്ട സുന്ദരികളെ, നിങ്ങളെ കാണാൻ ഒരുപറ്റ സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനോടൊരു പിക്കപ്പ് ലൈൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. റോഡിലുണ്ട് ചരൽ, തോട്ടിലുണ്ട് പരൽ, നീ എൻ കരൽ. ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ആയിരുന്നു. അന്ന് വന്നപ്പോ ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഇസ് ഇറ്റ് വാസ് എ റെഡ് മുണ്ട് വിത്ത് ബ്രൗൺ ലെതർ ജാക്കറ്റ്. സോ അന്ന് ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ കമ്മിങ് ബാക്ക് ടു STC? എന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം രോമാഞ്ചത്തിന് വന്നപ്പോൾ ഞാൻ ജാക്കറ്റ് ഒരു കൈമുണ്ടി എടുത്താണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ വേറൊരു കോസ്റ്റ്യൂമാണ് പിടിച്ചത്. അത് ഇത് പാളിയതാണ്. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു. കുൽസിതം പൊള്ളി എന്നും പറഞ്ഞുകൊണ്ടൊരു ടീഷർട്ട്. പക്ഷെ എനിക്ക് ആ ടീഷർട്ട് ഇതുവരെ കിട്ടിയില്ല. ഇവിടെ ബ്ലൂ ഡാർട്ടിലോ അവിടെ വന്നിരിപ്പുണ്ട്. തിരിച്ചു പോകുമ്പോൾ എടുക്കണം. അത് അശ്വതി ചേച്ചിയാണ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ആഗസ്റ്റ് 5 പടം പോയി കാണുമോ? പടത്തിന്റെ പേരെന്തുവാ? ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഞങ്ങള് വാശി പിടിച്ചതാണ്. ഒരു ബോയ്സ് പടത്തിന്റെ പ്രൊമോഷൻ ഒരു ഗേൾസ് കോളേജിൽ തന്നെ വേണം. വേണ്ട, എനിക്ക് ഈ ഫാൻ കാണാൻ പേടി വരും. അപ്പം എല്ലാവരും പോയി പടം കാണുക. ഞാൻ ഹാഷിന് മൈക്ക് കൈമാറാം. എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക. നമ്മളെ ആദ്യത്തെ പടമാണ്. ഹാഷിമാണ് സിനിമയിലെ മെയിൻ വാഴ എന്ന് കേട്ടല്ലോ, സത്യമാണോ? അല്ലല്ല, മെയിൻ വാഴ ഇവരൊക്കെയാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരു റൂമർ കേട്ടു വാഴ 2 ഒക്കെ വരുന്നുണ്ട്. ഹാഷിറാൻ ടീമാണ് മെയിൻ എന്നൊക്കെ. സത്യമാണോ? അറിയില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ കോണ്ടന്റ് തിരിച്ച് STCയിലേക്ക് വീണ്ടും വന്നിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഞാനിവിടെ എന്താ 3ാമത്തെ പ്രാവശ്യം എന്താണ് വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും അതേ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും മൈക്കിൽ സംസാരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷേ ഇന്നെന്തോ ഒരു ഒരുപാട് നാളെ കേട്ടിട്ട് പെട്ടെന്ന് കാര്യമേ എല്ലാവരും ഇതാണ്. നമ്മുടെ സിനിമ വാഴ കുറച്ച് വാഴകളുടെ കഥയാണ്. അപ്പോൾ എല്ലാവരും 15-ാം തീയതി എന്തായാലും പടം കാണാം. കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ അറിയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം, നമ്മളോട് പറയാം. നമ്മളെ അടുത്ത ഫിക്സ് ചെയ്യാം. അതിനകത്ത് ഞാൻ ആക്ച്വലി അത് ഞാനൊരു ഫൺ പർപ്പസിൽ ചെയ്തായിരുന്നു. പിന്നെ അതെല്ലാവരും ഇഷ്ടപ്പെടട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ എനിക്കൊരു സമയം ഇപ്പം മടുത്തു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കും മടുത്തു. ലാസ്റ്റ് ഒരു മെസ്സേജ്, എനിക്കൊരു ഉദ്ദേശം മെസ്സേജ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഈ ഒരു ആള് നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. ഈ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണം എന്നാണ്. പക്ഷെ ഇതുവരെ ഭയങ്കര കുറെ പേര് പ്രൈസ് ചെയ്തു നമ്മുടെ ഒരാളെന്ന രീതിയിൽ. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ മടുപ്പായി. ഇപ്പൊ പിന്നെ ഫിലിംസ് വിപിൻ ചേട്ടൻ തന്നെ നമ്മളെ ഫിലിമിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നമുക്കത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. പക്ഷെ അതിന് ചെയ്യണമെന്നില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെയ്തത് തുടങ്ങും. കേട്ടില്ല, അറിയാ? ഹായ്, കണ്ടില്ല? ഹർത്തിപുറം വീടിരിക്കുന്നത് കണ്ടില്ല. ഇത്രയും പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല.
പേര് ഇവിടെ വയ്ക്കാൻ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ എല്ലാവരും ഓവറായിട്ട് സംസാരിക്കാൻ വായിക്കുന്ന ബൗളിന് താഴെ വരും. നിങ്ങളത് പ്രത്യേകമാക്കും. എല്ലാവരും മസ്റ്റായിട്ട് ഓഗസ്റ്റ് 15 വാഴ കാണാൻ വരിക. മെയ് വാഴകളോടൊപ്പം ഞങ്ങൾ കാണും. താങ്ക് യു എവരിവൺ. ബൈ.